മുകിലിൻ മകളെ പൊഴിയും കനവേ വിണ്ണിൽ നിന്നും മണ്ണിൽ വീണ ജന്മനൊമ്പരമേ നിന്നെ കാണാൻ നെഞ്ചിൽ ചേർക്കാൻ അമ്മ കൊതിപ്പൂ വിണ്ണിന്മേലെ മുകിലിൻ മകളെ നിന്റെ ഓർമ്മയിലാകാശം മിന്നലായി കൈ നീട്ടുന്നു. തിങ്കളാഴ്ച നൈറ്റ് ഡ്യൂട്ടിക്ക് ഇറങ്ങുമ്പോഴാണ് ഇവിടെ കിട്ടിയത്. നാട് റോട്ടിൽ പെറ്റു കിടന്നു. നായയുടെ കുറെ കേട്ടാ നോക്കിയത്. ചോദ്യം ചെയ്തപ്പോ ഒരക്ഷരം പറയുന്നില്ല. അല്ലേ മേരിക്കുട്ടി? അതെ സാർ, ഞാൻ ഈ നിൽക്കണ ലക്ഷ്മിക്കുട്ടി സാറും കൂടിയാ ചോദ്യം ചെയ്തേ. ഇവിടെ ഒരു അക്ഷരം മിണ്ടണില്ല. ഊമയാണോന്ന് ഉറപ്പില്ല. ഇടയ്ക്കിടയ്ക്കൊരു ശബ്ദം ഉണ്ടാക്കും. എന്താ പേര്? എവിടെയാ നാട്? കുഞ്ഞ് കരയുന്ന കേട്ടില്ലേ? അതിന് പാല് കൊടുക്കണ്ടേ? നിന്റെ കുഞ്ഞല്ലേ, പാല് കൊടുക്ക. ഇതാണ് സാർ ഇവളുണ്ടാക്കുന്ന ശബ്ദം. ഇവരെ തൽക്കാലം ജനറൽ വാർഡിൽ അഡ്മിറ്റ് ചെയ്യും. എന്നിട്ട് ഡോക്ടർ പണിക്കരോട് ഒരു തറോ ചെക്കിന് പറയാം. മെഡിക്കൽ കോളേജിൽ നിന്ന് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ രാജൻ അവരൊന്ന് വരാൻ പറഞ്ഞു. ഈ കുഞ്ഞ് ഇവളിതിനെ തിരിഞ്ഞു നോക്കുന്നില്ല സാർ. ആ, തൽക്കാലം ഈ കുഞ്ഞ് അവരുടെ കൂടെ തന്നെ കിടക്കട്ടെ. യു മേ ടേക്ക് എന്നാ. നടക്ക് ഇങ്ങോട്ട്, ഇങ്ങോട്ട് അകത്ത് കയറി. ഇതെവിടെ? പാല് കൊടുക്ക. നിന്റെ കുട്ടി കരണ കേട്ടില്ലേ? അതിന് വിശന്നിട്ടാ. പാല് കൊടുക്ക. എന്താ നിന്റെ പേര്? ചോദിച്ചു കേട്ടില്ലേ? അങ്ങോട്ട് മാറ്. പാലില്ലെങ്കിൽ ഒരു തുള്ളി വെള്ളം കൊടുക്കും, ഒരു തിരുനനച്ചിട്ട്. ഞാനും 4 പെറ്റതാ. നീ പോയിട്ട് ആ സൈമണോടൊന്ന് വരാൻ പറയും. ഒരു ഔൺസ് മിൽക്ക്, പഞ്ചാര ഇട്ടിട്ട്, ഒരു കഷ്ണം തുണി. അഴുക്കുണ്ടാവരുത്, സ്റ്റെറിലൈസ്ഡ്. എനിക്ക് ആ കുട്ടി എടുക്കാൻ കൊതിയാവുന്നു സുമേച്ചി. ഞാനതിന്റെ കരച്ചിൽ മാറ്റാം. നിന്റെ കുട്ടി നീ എന്തെങ്കിലും
ഞാൻ എനിക്കൊരു ദണ്ണവുമില്ല. അയാൾക്ക് രണ്ടാം കെട്ടിന് എന്നെ ഭ്രാന്തത്തിയാക്കിയതല്ലേ. ബിന്ദു എടുത്തോ, എന്നിട്ട് കരച്ചിൽ മാറ്റി. എന്താടാ ചൊക്ക കുട്ടിയല്ലേ? എന്താ ഇത്? ഒരു മനുഷ്യ സ്ത്രീയല്ലേ ഇത്? കാഴ്ച ബംഗ്ലാവില് ചന്നായി കുളിപ്പിക്കുന്ന പോലെ. അതും രോഗിയായ ഒരു സ്ത്രീ എങ്ങനെ ഉപദ്രവിക്കാവോ? അല്ല, കുളിപ്പിക്കാൻ പറഞ്ഞപ്പോ ഞങ്ങളിങ്ങനെ ചന്ദ്രനോ പോണം പോണം പോണം. ഓയ് 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 കണ്ടു, വലിയ ഡോക്ടറെ അടുത്ത് വെച്ച് കണ്ടു. അത് വലുതാകാതിരിക്കട്ടെ. വലുതായാൽ അത് ആരെങ്കിലും കൊല്ലും, അല്ലെങ്കിൽ അതിനെ കൊല്ലും. ഓ അയ്യോ അയ്യോ വേണ്ട വേണ്ട. മജിസ്ട്രേറ്റ് അവരെ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. കൃത്യമായ ഒരു പോലീസ് കേസ്. രോഗിയെ അഡ്മിറ്റ് ചെയ്തു. ബട്ട് ഈ ന്യൂ ബോൺ നമ്മൾ എന്ത് ചെയ്യും? സർ, നിയമം അറിയാം, നിയമം നോക്കുമ്പോൾ. പക്ഷെ ഇവിടെ നിയമം മാത്രം നോക്കിയാൽ മതിയോ? മനുഷ്യത്വം തോന്നില്ലേ ഭ്രാന്താശുപത്രിയിൽ? സർ, നമ്മൾ മനുഷ്യത്വമൊക്കെ പറഞ്ഞിരുന്ന ഈ ഹോസ്പിറ്റലിന് അതിൻ്റെതായ ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. രേഖയില്ലാത്തൊരു അഡ്മിഷൻ. ഈ കുട്ടി ആര് അഡ്മിറ്റ് ചെയ്തു? എന്തിന്? ഉം. സർ, ഞാൻ പറയുന്നത് ഇതൊരു കീഴ്വഴക്കമായാൽ എല്ലാ രോഗികൾക്കും മക്കളും അമ്മമാരും ഒക്കെ ഉണ്ടാവും. ഉം. അവര് സിസ്റ്റർ, അവരാ കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്നുണ്ട്. സർ, അതിന് പെറ്റതാണെന്ന് ഒരു വിചാരവും ഇല്ല. ആ, ചിലപ്പോൾ പ്രസവത്തോടെ മനോനില തെറ്റുന്നതും ചിലപ്പോൾ സമനില തിരിച്ചു കിട്ടുന്നതും ഉണ്ട്. സിസ്റ്റർ, ഒരു ഫീഡിംഗ് ബോട്ടിൽ വാങ്ങാൻ പറയും. ക്യാൻറ്റീനിൽ നിന്ന് കുറച്ച് പാൽ. ശരി സർ. എന്താ ഇത്ര കാണാൻ? അവിടെ നീങ്ങിന്ന്. എന്താ കുട്ടാ ചക്കര കുട്ടിയല്ലേ? ദാ, കൊടുത്തു. ലുക്ക് ഹിയർ, മസ്റ്റ് ബി ക്ലീൻ. നിപ്പിള് നന്നായിട്ട് കഴുകിയിട്ടില്ലേ? ടേക്ക് കെയർ. ക്ലീൻലിനെസ് ഈസ് ഗോഡ്. ഡോക്ടർ, ഞാൻ യു ആർ റൈറ്റ് ആൻഡ് ഇറ്റ്സ് ക്ലീൻ. ബിന്ദു കുഞ്ഞിനെ കൊടുത്തേ. ഉം. How is she? She's okay. Ah. Clear. ഡോക്ടർ,
ഇതാ ഇവിടെ ആകെ ഉണ്ടാക്കുന്ന ശബ്ദം എന്തോ കില്ലേരി. കില്ലേരിയോ? ഇതെന്ത് ഭാഷയാ? എന്താണെന്നറിയില്ല. ചിലപ്പോ ഭാഷ തന്നെ ആവണമെന്നില്ല. സം അൺനോൺ സൗണ്ട്. ഒന്ന് കുളിച്ച് ശുദ്ധമാവാൻ വേറൊന്നും വേണ്ട. മനുഷ്യനായ ശുദ്ധമാവണ്ടേ? ശുദ്ധമാവാൻ അകവും പുറവും ശുദ്ധമാവാതെ ശുദ്ധിയുള്ള ഒരെണ്ണമില്ല ഈ ലോകത്ത്. ഈ ലോകം തന്നെ. മതി മതി, എത്ര നേരെ കുളിച്ചുടിച്ച് തേഞ്ഞു പോയല്ല. മതി നമ്പീശ. നിങ്ങൾക്കറിയില്ല, ലോകത്തിന്റെ അധപ്പതനത്തിന്റെ മുഖ്യ ഹേതു മനുഷ്യന്റെ അശുദ്ധിയാ. ശരീര മനസ്സുകൾ ശുദ്ധമാവാതെ പ്ലീസ് ഞാൻ ഒന്നുകൂടെ കുളിച്ചോട്ടെ. പറയണ കേട്ടില്ല, ഞാൻ ലോനപ്പേട്ടനെ വിളിക്കും. ഈ യോഗം അല്ലാതെ എന്താ പറയാ? കുട്ടിയില് കുളിക്കാത്തതൊരു തല്ലുകൊണ്ട് ഇപ്പൊ കുളിച്ചത്. ലോനപ്പേട്ട ഒന്നും വന്നേ, എവിടെ ഒരാളുടെ കുളി കഴിയുന്നില്ല. ഇവന്റെ കുളി ഇതുവരെ നിന്റെ കുളി ഇതുവരെ കഴിഞ്ഞിട്ടില്ലടാ. നിന്റെ ഇങ്ങോട്ട് വേണം, ഇങ്ങോട്ട് വേണം. ഇതിന് നിക്കണോ നമ്പീശ? ഈ കുളി ഒന്ന് നിർത്തിയാ നമ്പീശന് വീട്ടിൽ പോവാ. എനിക്ക് ആ വീട് പുഷ്പകം, അവിടെ ഞാനങ്ങോട്ട് ചെല്ലാതിരിക്കാനാ അവരിവിടെ കൊണ്ട് കാശ് കൊടുക്കുന്നത്. പോയല്ല. മതി നമ്പീശ. നിങ്ങൾക്കറിയില്ല, ലോകത്തിന്റെ അധപ്പതനത്തിന്റെ മുഖ്യ ഹേതു മനുഷ്യന്റെ അശുദ്ധിയാ. ശരീര മനസ്സുകൾ ശുദ്ധമാവാതെ പ്ലീസ് ഞാൻ ഒന്നുകൂടെ കുളിച്ചോട്ടെ. പറയണ കേട്ടില്ല, ഞാൻ ലോനപ്പേട്ടനെ വിളിക്കും. ഈ യോഗം അല്ലാതെ എന്താ പറയാ? കുട്ടിയില് കുളിക്കാത്തതൊരു തല്ലുകൊണ്ട് ഇപ്പൊ കുളിച്ചത്. ലോനപ്പേട്ട ഒന്നും വന്നേ, എവിടെ ഒരാളുടെ കുളി കഴിയുന്നില്ല. ഇവന്റെ കുളി ഇതുവരെ നിന്റെ കുളി ഇതുവരെ കഴിഞ്ഞിട്ടില്ലടാ. നിന്റെ ഇങ്ങോട്ട് വേണം, ഇങ്ങോട്ട് വേണം. ഇതിന് നിക്കണോ നമ്പീശ? ഈ കുളി ഒന്ന് നിർത്തിയാ നമ്പീശന് വീട്ടിൽ പോവാ. എനിക്ക് ആ വീട് പുഷ്പകം, അവിടെ ഞാനങ്ങോട്ട് ചെല്ലാതിരിക്കാനാ അവരിവിടെ കൊണ്ട് കാശ് കൊടുക്കുന്നത്. ഇന്നെന്താ പുതിയ കണ്ടുപിടുത്തം? കണ്ടുപിടിക്കാൻ ഒന്നും കാണുന്നില്ല. ആകാശത്താണ് അത്ഭുതങ്ങൾ. ആകാശത്തിന്റെ അനന്തതയിൽ 40,000 കോടി തേജോഗോളങ്ങൾ. മനസ്സിലായോ? മനസ്സിലാവില്ല. ലോകം ഉണ്ടായ മുതൽ മനുഷ്യ ശരീരം വിധേയവിധമാണ്. എന്നിട്ടും അത് മനസ്സിലാക്കാനാവാത്ത നിങ്ങൾ. എന്താ അംബീഷ, ഹൗ ആർ യു? ഫൈൻ ഡോക്ടർ. പക്ഷെ അതൊരു ഭംഗിവാക്ക് മാത്ര. മനുഷ്യനൊന്ന് കുളിക്കാൻ കൂടി കുറ്റമല്ല വിവേകാനന്ദൻ പറഞ്ഞത്. ഇതൊരു ഭ്രാന്താലയ. നേരെയാക്കാം. ഡോക്ടർ ദേ നോക്കിയേ, ഈ ചന്ദ്രമണ്ഡലത്തിലെ രേഖ. ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ലൂനാർ. അതാണ് പ്രതിഭയുടെയും ഭ്രാന്തിന്റെയും മണ്ഡലം. പ്ലീസ് ഡോക്ടർ, ആ കൈയൊന്ന് കാണിച്ചേ. ഞാൻ കൃത്യമായിട്ട് ഫലം പറയാം. പക്ഷേ എന്റെ പ്രവചനത്തിന്റെ ശക്തിയാണ് എന്നെ ഇവിടെ എത്തിച്ചത്. ഹാലോപെരിഡോൾ കൊടുക്കുന്നില്ലേ? ചന്ദ്ര സാർ വേണ്ടെന്ന്. കണ്ടിന്യൂ. ശരി സാർ. പുതിയ കവിത. അത് കവിത വനിതാ ചൈവ സ്വയം ആഗതാവര എന്നാണ് സംസ്കൃതം. കവിതയും വനിതയും തനിയെ വരണം, എന്നാലേ നന്നാവൂ. ഡോക്ടർ, താങ്കളുടെ ഈ ജൂനിയേഴ്സ് ഇല്ലേ, ഒന്നും അത്ര ശരിയല്ല. എല്ലാം പരിഹരിക്കാം. പുതിയ ശബ്ദം വല്ലതും കേൾക്കുന്നുണ്ടോ? ഇല്ല, ഒന്നും കേൾക്കുന്നില്ല. എപ്പോഴെങ്ങനാ?
നോക്ക് നോക്ക്, ഇവിടെ നോക്ക്. സുന്ദരിക്കുട്ടി, എന്താ നോക്കുന്നേ? ഇങ്ങോട്ട് പതുക്കെ. ആ. 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 ഉം. അയ്യോ, എന്റെ ഫയലെല്ലാം നനച്ചല്ലോ കുട്ടി. സാരമില്ല കേട്ടോ. വാ. ലീഗൽ പ്രൊസീജിയേഴ്സ്. ഒരു കുട്ടിയെ മെന്റൽ ഹോസ്പിറ്റലിൽ വളർത്താൻ സർ. നിയമത്തിന് ഹൃദയമില്ല. ഹൃദയം ഡോക്ടർ, ഇറ്റ്സ് ഓൺലി എ പമ്പിംഗ് മെഷീൻ. ഞാൻ മജിസ്ട്രേറ്റിന് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുക. ആൻഡ് വെയിറ്റ്. അല്ല എന്ത് ചെയ്യാൻ പറ്റും? നമ്മളതിനെ റോഡിൽ ഉപേക്ഷിക്കണം. ഞാൻ തീരുമാനിച്ചു, ഈ കുട്ടി ഇവിടെ തന്നെ വളരട്ടെ. സർ, അത് രോഗമില്ലാത്തൊരു കുട്ടി മെന്റൽ ഹോസ്പിറ്റലിൽ ഐ നോ. തൽക്കാലം ഈ കുഞ്ഞ് അതിൻ്റെ അമ്മയുടെ കൂടെ തന്നെ വളരും. വാര്യർ സാർ സൈക്കാട്രിസ്റ്റ് ആവേണ്ട ആളല്ല. ക്രിസ്ത്യാനി അച്ഛ പള്ളിയിലച്ഛനാവാം. അതും വിഷമാ. പള്ളി ഭരണം എളുപ്പമല്ല. ഭ്രാന്താശുപത്രി ഒരു മാനസികാരോഗ്യ നിലയമാണെന്ന് തെളിയിച്ചത് വാര്യർ സാറാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റൽ, മനുഷ്യാവകാശ കമ്മീഷന്റെ സർട്ടിഫിക്കറ്റ്. മനുഷ്യാവകാശം 2ഉം 4ഉം പേരെ കൊന്നവനെ വരെ പൂട്ട് പൂജിക്കണം. ക്രിമിനൽസിനെ വേണ്ട, ഏതോ വിഭ്രാന്തിയിൽ കൊല ചെയ്തവരെ. സുമതി, എന്താ പ്രത്യേക കേസിന്റെ പേര്? എന്തോ കില്ലേരി. ആ കില്ലേരിയെ കൊണ്ടുവരൂ. ഞാൻ ഓപ്പിയിലുണ്ടാവും. വേണ്ട. കൊല്ലും, ഒക്കത്തിന് ഞാൻ കൊല്ലും. എന്നെ ഭ്രാന്തനാക്കിയില്ലേ, എന്റെ സ്വത്ത് കെട്ടിയെടുക്കാൻ. നമ്മൾ ആലോചിക്കണം. കുഞ്ഞിനെ നമ്മളടുത്ത് കിടത്തണം. ഈ ഭ്രാന്തന്മാരത് സമ്മതിക്കില്ല. അവർക്കത് അറിയില്ല. ഒരു കുഞ്ഞിന് വേണ്ടത് അമ്മയാണ്. അമ്മയുടെ അടുത്ത് കിടത്തണം. വാത്സല്യത്തിന്റെ ചൂട്, ഒരു ഇളം ചൂട് കിട്ടണം. ഹൃദയത്തിന്റെ താളമാണ് താരാട്ട്. അതാണ് നമ്മൾ കുഞ്ഞുങ്ങളെ മാറോടടുക്കി പിടിക്കുന്നത്. മനസ്സിലായോ? ഇവർക്കൊക്കെ Dangerous thing. One minute. Excuse me. ഞാൻ ഒന്ന് കഴുകിട്ട് വരാം. അതിന്റെ തള്ള, അതിന് ഭ്രാന്താ. സ്റ്റോപ്പ് ഇറ്റ്. ഭ്രാന്തോ? ആർക്കാ ഭ്രാന്ത്? ഈ ലോകത്തിൽ എല്ലാവർക്കും ഭ്രാന്താ. മതി, സമയം കഴിഞ്ഞു. ഒരു 10 മിനിറ്റ്. ഇത്രയെങ്കിലും അനുവദിച്ചത് വാര്യർ സാർ ആയതുകൊണ്ടാ. നേരത്തെ സൂപ്രണ്ട് ആയിരുന്നെങ്കിൽ ഞങ്ങൾക്കൊക്കെ ഭ്രാന്ത് പിടിച്ചേനെ. ഡോക്ടറെ, ഞാൻ ഒരാളെ കൊന്നു. എന്റെ ഉന്മാദാവസ്ഥയില് എനിക്കറിയില്ല. ഈ ഭ്രാന്തില്ലാത്തവർ എത്ര ലക്ഷം പേരെയാ കൊല്ലുന്നത്? ഹിറ്റ്ലർ, മുസോളിനി, സ്റ്റാലിൻ, ബുഷ്, പോൾപോട്ട്, എത്ര ദശലക്ഷം പാവങ്ങളെയാ? എനിക്കൊരു ഉത്തരം തരൂ. അബ്സല്യൂട്ട് ട്രൂത്ത്. പക്ഷേ സാറേ, സാറിന്റെ മനസ്സിന് അസുഖമൊന്നുമില്ല. രക്ഷപ്പെട്ടോളൂ, ഈശ്വരൻ അടിച്ചോളൂ. പോട്ടെ. ഡോക്ടർ, കുറച്ച് കൂടുതലാ. ഒരു പ്രാവശ്യം കൂടെ ഷോക്ക്.
എന്താണ് പറ? കോഴിയുടെ കഴുത്ത് പിടിക്കണ പോലെ നിന്നെ കൊല്ലും. Come. കഴിച്ചോ? കഴിച്ചു. എന്ത് കഴിച്ചു? ഇഡലി. എത്ര എണ്ണം കഴിച്ചു? 3. അമ്മണി ഇന്നലെ ഉറങ്ങിയോ? അവരെന്റെ മുടി മുറിച്ചു കളഞ്ഞു. സാരമില്ല കേട്ടോ, നമുക്ക് മുടിയൊക്കെ വളർത്താം. പിന്നെ ഓ മോള് ഡോക്ടറെ, ഒരപേക്ഷയുണ്ട്. ഈ കുഞ്ഞിനെ ഞങ്ങളുടെ വാർഡിൽ നിന്ന് കൊണ്ടുപോകരുത്. ആര് പറഞ്ഞു കൊണ്ടുപോകുന്നു? ആരും കൊണ്ടുപോകില്ല, ഇവിടെ തന്നെ ഉണ്ടാവും. പോരെ? ഞങ്ങള് കുട്ടിയെ മടിയിൽ കിടത്തി നോക്കി, ഒരു റെസ്പോൺസും ഇല്ല. വെരി സ്ട്രേഞ്ച് കേസ്. ഇവരെന്തെങ്കിലും ഒന്ന് മിണ്ടിയിരുന്നെങ്കിൽ. നാട്, ബന്ധുക്കള്. ഞങ്ങൾ സ്റ്റഡി ചെയ്യുന്നുണ്ട്. നിങ്ങളൊക്കെ വലിയ ഹൈലി എഡ്യൂക്കേറ്റഡ്, ഇങ്ങനെ വൃത്തിയില്ലാതെ രോഗം വരാണ്ട് ശ്രദ്ധിക്കേണ്ടവര്. ഒരു രോഗമായിട്ട് ഇവിടെ വരുന്നവര് 10 രോഗമായിട്ടായിരിക്കും ഇവിടുന്ന് മടങ്ങുക. ഇല്ല, ഇവിടെ വന്ന ആൾക്ക് മടക്കല്ല, തിരിച്ചു പോക്കില്ല. ഇനി ഒറ്റ പോക്ക്. മറ്റെല്ലാ രോഗം ക്യാൻസർ വരെ മാറും. പക്ഷേ നമ്മുടെ രോഗം മാറില്ല, മാറാൻ മനുഷ്യർ സമ്മതിക്കില്ല. മജിസ്ട്രേറ്റിന്റെ ഓർഡർ ഉണ്ട്, ഇഷ്ടം പോലെ ചെയ്തോളാം. മെന്റൽ ഹോസ്പിറ്റലിന്റെ സൂപ്രണ്ട് എന്ന നിലയ്ക്ക് യെസ്, ഞാൻ തീരുമാനിച്ചു. കുട്ടി ഇവിടെ നിൽക്കട്ടെ. ശരി, സമ്മതിച്ചു. ബട്ട് കുട്ടിയാരും നോക്കും? ആ തള്ളയാണെങ്കിൽ ഞാൻ നോക്കും. എന്തായാലും അതൊരു മനുഷ്യക്കുഞ്ഞല്ലേ, നമ്മൾ ഡോക്ടർമാരുമാണ്. യെസ്, ഐ നോ. ഇതാ കുഴപ്പം. 2 എണ്ണം അടിച്ചാ ഒന്ന് പെരുമാറിയില്ലേ ഒരു സുഖവുമില്ല. കൈ ധരിക്കുന്നു. മുമ്പൊക്കെ എന്ത് സുഖമായിരുന്നു, ഇഷ്ടം പോലെ പെരുമാറാം. അത് സത്യ. പൂസായ ഒന്ന് പൂശണം, അതിനൊരു താപ്പുമില്ല. ഈ പകയനാണെങ്കിൽ മാറ്റം പോണൂല്ല. പാവങ്ങള്, നിങ്ങൾക്ക് എന്താ? താൻ പോണു അവിടുന്ന്. പ്രാന്തന്മാരെ തല്ലണം, അതൊരു ട്രീറ്റ്മെന്റ്. ഷോക്ക് കൊടുക്കുന്ന പോലെ നമുക്കൊരു സുഖവും. ഏത് ഒന്ന് കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങുന്ന സുഖവും. സാധനമുണ്ട് ഒരു തുള്ളി. ഉള്ളഞ്ഞ ഞാനേ ഒന്ന് തപ്പട്ടെ. എന്താ ഇപ്പൊ ആ കുട്ടിക്ക് പേരിടണം അത്ര? ഇതെന്താ അയാളുടെ ഭാര്യയാണോ? അതുകൊണ്ട് എന്താ ഡോക്ടർ, ഒരു പേര് വേണ്ടേ? വേണം, ഒരു നമ്പർ ആയാലും.
അതിനാ കുട്ടി കൊടുത്ത പേഷ്യന്റ് അല്ലല്ലോ. ദെൻ വാട്ട്സ് റെമഡി? പേരെന്തായാലും പേരിടാം, പിന്നെ ചോറൂണും. ശരിക്കും എനിക്ക് ഭ്രാന്താ. ഇവിടെ വന്നു പെട്ടതേ കഷ്ടകാലം. ആ കുതിരവട്ടത്തോ അല്ലെങ്കിൽ എന്ത് പറ്റിയ ഡോക്ടർ? ഇന്ന് ഇടം തിരിഞ്ഞാണോ എണീറ്റത്? ഇടത്തും വലത്തൊന്നും അല്ല ഡോക്ടറെ, ഇത് ചിക്കിളി കിട്ടാത്തതിന്റെ കുറവാ. നിന്റെ കുഞ്ഞിന്റെ പേര് ഒരു പ്രാവശ്യം അതിന്റെ കാലിലൊന്ന് വിളിച്ചേ. മാനസി. നിന്റെ കുഞ്ഞല്ലേ, ഒരു പ്രാവശ്യം നിനക്ക് വിളിക്കാൻ പറ്റും. ഒരു പ്രാവശ്യം അതിന്റെ കാലൊന്ന് വിളിച്ചേ. നിന്റെ കുഞ്ഞല്ലേ മാനസി, വിളിക്കേ. നിനക്ക് പറ്റും. ഒരൊറ്റ പ്രാവശ്യം വിളിക്കേ മാനസി. മാനസി മാനസി മാനസി. ഇടവമാസപ്പെരും മഴ പെയ്ത രാവതിൽ കുളിരിന്നു കൂട്ടായി ഞാൻ നടന്നു. ഇരവിന്റെ നൊമ്പരം പോലൊരു കുഞ്ഞിന്റെ തേങ്ങലൻ കാതിൽ പതിഞ്ഞു. തെരുവിന്റെ കോണില പീടികത്തിണ്ണയിൽ ഒരു കൊച്ചു കുഞ്ഞിൻ കരച്ചിൽ. ഇരുളും തുരന്നു ഞാൻ അവിടേക്കു ചെല്ലുമ്പോൾ ഇടനെഞ്ചറിയാതെ തേങ്ങി. നഗരത്തിലൊക്കെ അലയുന്ന ഭ്രാന്തിയെ പീടികത്തിണ്ണയിൽ കണ്ടു. നഗ്നയാമവളുടെ തുട ചേർന്നു പിടയുന്നു ചോരപ്പുതപ്പിട്ട കുഞ്ഞും. അരികത്തടുത്തിതാ ചാവാലി നായ്ക്കളും ഒരു ദൃഷ്ടി സാക്ഷിയായി ഞാനും. അമ്മയുടെ നോവാറിയില്ല ആ ഭ്രാന്തി കുഞ്ഞിനെ കൺചിമ്മി നോക്കി. ആലംബമില്ലാതെ കരയുന്ന കുഞ്ഞിന് പാലില്ല, പാൽനിലാവില്ല. ഈ തെരുവിനോരനാഥയെ തന്നിട്ടു പോയവൾ നോവും നിറമാറുമാ. രാത്രിയുടെ ലാളനയ്ക്കായി തുണ തേടി ആരൊക്കെയോ വന്നുപോയി. കൂട്ടത്തിലാരോ കൊടുത്തു ആ ഭ്രാന്തിക്ക് ഉദരത്തിലൊരു തുള്ളി ബീജം. ഉദരത്തിലൊരു തുള്ളി ബീജം. ഉടുതുണിക്കില്ലാത്ത മറുതുണി കൊണ്ടവൾ ഗർഭം പുതച്ചു നടന്നു. ഗർഭം പുതച്ചു നടന്നു. അവളറിയാതവൾ യജ്ഞത്തിലെ പാപഭുക്കായി ദുഷ്കീർത്തി നേടി. ഈ തെരുവിലവളെ കല്ലെറിഞ്ഞു കിരാതരാം പകൽ മാന്യ മാർജാരവർഗം. ഈ തെരുവിനോരനാഥയെ തന്നിട്ടു പോയവൾ തേങ്ങുന്ന മൗനമായി ഭ്രാന്തി. ഞാനിനി എന്തെന്നറിയാതെ നിൽക്കവേ എൻ കണ്ണിലൊരു തുള്ളി ബാഷ്പം. എൻ കണ്ണിലൊരു തുള്ളി ബാഷ്പം.
ഡോക്ടർ, ഈ കില്ലേരി എന്നുള്ളത് അവരുടെ പേരാവാനല്ലേ സാധ്യത അവൾക്ക് വളരെ സുപരിചിതമായ ഒരു വാക്ക്, അതും അല്ലെങ്കിൽ അവളുടെ മനസ്സുമായി ആഴത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ശബ്ദം. അവരുടെ മുഖത്തുള്ള 3 പച്ച കുത്തുകൾ ശ്രദ്ധിച്ചു. അതിപ്പോ എല്ലാരും പച്ചകുത്താറുണ്ട്. ദാറ്റ് കൺഫ്യൂസസ് മീ. പിന്നെ എൻ്റെ സംശയം, ഈ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലൊക്കെ ഇപ്പോഴും പെൺകുട്ടികളെ പുള്ളികുത്തി നാട് കടത്തുന്ന ഒരു പ്രാകൃത സമ്പ്രദായമുണ്ട്. ഒരുപക്ഷെ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. ഇവനിട്ടൊക്കെ അടിയല്ലാതെ വേറൊരു മാർഗവുമില്ല. എവിടെ പോടാ? ഒന്ന് കുളിച്ചിട്ട് വേറെ പോടാകത്ത്. ഒന്ന് കുളിച്ചിട്ട് കയറി പോടാകത്ത്. ഉനിച്ചാമ്പോ ഞാൻ എത്ര വട്ടം പറഞ്ഞു അതിനെ തൊടരുതെന്ന്. ഇനി ആ കൈ കൊണ്ട് ഒരു കുപ്പി തരുവോ? ഇല്ലാന്ന് പറയരുത്, അവര് തരില്ല. അവർ ചീത്ത പറയും ഉപദ്രവിക്കുകയും ചെയ്യാത്ത ഒരാളേ ഉള്ളൂ. ഒന്നുമില്ലെങ്കിലും ഞാനൊരു എച്ചമ്മായിരുന്നില്ലേ. ഒരു കുപ്പി. എന്തിനാ? ഒരു വിളക്ക് ചോദിച്ച ആരും തരില്ല. ഞങ്ങള് വേണ്ട, ഞങ്ങൾക്ക് വെളിച്ചം വേണ്ട. ഞങ്ങളുടെ കുഞ്ഞുമോക്ക് ഇതൊരു ഹോസ്പിറ്റലല്ലേ, ഒരാൾക്കായിട്ടൊന്നും. പിന്നെ വേണ്ട, ഒരു കുപ്പി മാത്രം മതി. കുപ്പി? വിളക്കിന് പകരം? ഇത് കണ്ടോ? എന്താ ഇത് മിന്നാമിനാ. ഒരു നല്ല കുപ്പിയിലിട്ട രാത്രി മുഴുവൻ മിന്നും. ഞങ്ങളുടെ കുഞ്ഞുമോക്ക് പേടി കൂട്ടാതെ കിടക്കാം. തരുവോ? ആകാശത്തു ഞാലാട് നീ കാണാക്കിന കണ്ടുറങ്ങ നീ ചാഞ്ചാടിയാടി ഉറങ്ങ നീ ചരിഞ്ഞാടിയാടി ഉറങ്ങ നീ ആകാശത്തു ഞാലാട് നീ കാണാക്കിന കണ്ടുറങ്ങ നീ. അമ്പത്തിയെ നീ കണ്ടോണ്ടുറങ്ങുമ്പോ കണ്ട കുന്നൊന്ന് കാണായി വരും. കണ്ട കുന്നിന്റെ ഉച്ചിയില ചെല്ലുമ്പോ അമ്പിളി തമ്പ്രാന്റെ കോലം കാണാം. ആ കോലത്തെത്തുമ്പോൾ അവിടങ്ങെന്തൊരു രസമെന്നോ. അവിടെ പാൽക്കാവടിയുണ്ട്, അരികെ പായസപ്പുഴയുണ്ട്. അവിടെ കാത്ത് കാത്തോരമ്മയിരിപ്പുണ്ട്. ചാഞ്ചാടിയാടി ഉറങ്ങ നീ ചരിഞ്ഞാടിയാടി ഉറങ്ങ നീ ആകാശത്തു ഞാലാട് നീ കാണാക്കില കണ്ടുറങ്ങ നീ.
അയ്യോടാ ചക്കരേ. ഗുഡ്. അത് ഡോക്ടറെ ഒരു തോന്നലായിരുന്നു. വെരി ഗുഡ്. അപ്പോ മാനസിയാണ് മരുന്ന് അല്ലേ? ഓട്ടട കുട്ടാ. സാരി. കേട്ടോ? ചക്കരക്കുട്ടിയല്ലേ? കളിപ്പാട്ടം. മുട്ടായി. ഓ. ഞാൻ ഡോക്ടറെ കണ്ടു. കുറച്ച് ദിവസം കൂടി കുറച്ചു ദിവസം പുഷ്പത്തി എന്നൊന്ന് മുങ്ങിക്കുളിച്ച കുളിക്കാത്തോണ്ടാ. ഇനി പ്രളയകാലത്ത് സർവം മുങ്ങുമ്പം നീലാണ്ടാ അവിടെ ഒരു കുളമുണ്ട്, ജീവിക്കാനുള്ള മുതലുണ്ട്. എന്നെ ഈ പൈപ്പിന്റെ ചോട്ടിൽ തന്നെ ഇടണോ? ഡോക്ടർ പറയണത് പറയുന്നതോ പറയിപ്പിക്കുന്നതോ? പോയി വാടിയിരിക്കും. അല്ല സാറപ്പോ വന്നു. സാറിന്റെ കാരണവർക്ക് ഒരല്പം കൂടുതൽ വാവടുത്തിട്ടുണ്ട്. ഓ ഇന്നലെ എന്തോ ബഹളമായിരുന്നു. ഡോക്ടർ സാറിന് നേരെ ചാടി. അദ്ദേഹം സെല്ലിലടക്കാൻ പറഞ്ഞതാ. കുറേശ്ശെ അക്രമ സ്വഭാവം. കർത്താവേ ഓരോ കളി. ഡോക്ടർ എന്താ പറഞ്ഞേ? ഓർമ്മയുണ്ടാവുകയില്ല. അതായത് എണ്ണത്തിന്റെ സ്വഭാവം. സാറൊന്നും വ്യാരിക്കരുതേ. ആ നടക്ക. ഓ ഞാൻ പുഷ്പത്തെ കാര്യം ഒന്നും ചോദിച്ചില്ല. കുട്ടിച്ചിരിക്കും. കണ്ടില്ലേ, ഒക്കെ മറന്നു. ഒക്കെ ഒരു മറയാ. എപ്പോഴാ താളം തെറ്റുന്നെന്ന് അറിയത്തില്ല. ആ നടക്കിങ്ങോട്ട്. നടക്കണോ ഇങ്ങോട്ട്? നീലാണ്ടാ ഇത്രയും വേണോ? വേണം, നടക്ക. ചക്കരേ ചക്കരല്ലേ? അയ്യോടാ. ഓ ഓ ഓ ഓ. വാട്ട് ദ ഹെൽ? ഇതെന്താ നഴ്സറി? വാർഡിന് പുറത്തിറങ്ങി നടക്കരുതെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്? ഇങ്ങനെ തുടങ്ങിയ നിങ്ങളെ സെല്ലിലിട്ട് പൂട്ടേണ്ടി വരും. ഡർട്ടി ക്രീച്ചേഴ്സ്. നഴ്സ് ഇതിനെ കൊണ്ടുപോകാൻ പറയും. ബിന്ദു കുഞ്ഞിനെ കൊണ്ട് അകത്തേക്ക് പോകാം. വാ. ഇയാളെ എനിക്ക് ഭ്രാന്ത് ഉണ്ടാക്കിയത്. എനിക്ക് ഭ്രാന്ത് ഉണ്ടോന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്തത് ഇയാളാ. ദുഷ്ടൻ. ആ
കഴിക്കേ. ഒരു കുപ്പി തരുവോ? ഇല്ലാന്ന് പറയരുത്, അവര് തരില്ല. അവർ ചീത്ത പറയും ഉപദ്രവിക്കുകയും ചെയ്യാത്ത ഒരാളേ ഉള്ളൂ. ഒന്നുമില്ലെങ്കിലും ഞാനൊരു എച്ചമ്മായിരുന്നില്ലേ. ഒരു കുപ്പി. എന്തിനാ? ഒരു വിളക്ക് ചോദിച്ച ആരും തരില്ല. ഞങ്ങള് വേണ്ട, ഞങ്ങൾക്ക് വെളിച്ചം വേണ്ട. ഞങ്ങളുടെ കുഞ്ഞുമോക്ക് ഇതൊരു ഹോസ്പിറ്റലല്ലേ, ഒരാൾക്കായിട്ടൊന്നും. പിന്നെ വേണ്ട, ഒരു കുപ്പി മാത്രം മതി. കുപ്പി? വിളക്കിന് പകരം? ഇത് കണ്ടോ? എന്താ ഇത് മിന്നാൻ മിനുങ്ങ. ഒരു നല്ല കുപ്പിയിലിട്ടാൽ രാത്രി മുഴുവൻ മിന്നും. ഞങ്ങളുടെ കുഞ്ഞുമോക്ക് പേടി കൂട്ടാതെ കിടക്കാം. തരുവോ? ആകാശത്തു ഞാലാട് നീ കാണാക്കിന കണ്ടുറങ്ങ നീ ചാഞ്ചാടി ആടി ഉറങ്ങ നീ ചരിഞ്ഞാടി ആടി ഉറങ്ങ നീ ആകാശത്തു ഞാലാട് നീ കാണാക്കിന കണ്ടുറങ്ങ നീ. അമ്പത്തിയെ നീ കണ്ടോണ്ടുറങ്ങുമ്പക്കൽ കണ്ട കുന്നൊന്ന് കാണായി വരും. കൽ കണ്ട കുന്നിന്റെ ഉച്ചിയിലെ ചെല്ലുമ്പം അമ്പിളി തമ്പ്രാന്റെ കോലം കാണാം. ആ കോലത്തെത്തുമ്പോൾ അവിടങ്ങെന്തൊരു രസമെന്നോ. അവിടെ പാൽക്കാവടിയുണ്ട്, അരികെ പായസപ്പുഴയുണ്ട്. അവിടെ കാത്ത് കാത്തോരമ്മയിരിപ്പുണ്ട്. ചാഞ്ചാടിയാടി ഉറങ്ങ നീ ചരിഞ്ഞാടിയാടി ഉറങ്ങ നീ ആകാശത്തു ഞാലാട് നീ കാണാക്കിന കണ്ടുറങ്ങ നീ. അയ്യോടാ. Yes. Good.
അത് ഡോക്ടറെ ഒരു തോന്നലായിരുന്നു. വെരി ഗുഡ്. അപ്പോ മാനസിയാണ് മരുന്ന് അല്ലേ? ഞാൻ ഡോക്ടറെ കണ്ടു. കുറച്ച് ദിവസം കൂടി കുറച്ചു ദിവസം പുഷ്പവത്തി എന്നൊന്ന് മുങ്ങിക്കുളിച്ച കുളിക്കാത്തോണ്ടാ. ഇനി പ്രളയകാലത്ത് സർവം മുങ്ങുമ്പം നീലാണ്ട അവിടെ ഒരു കുളമുണ്ട്, ജീവിക്കാനുള്ള മുതലുണ്ട്. എന്നെ ഈ പൈപ്പിന്റെ ചോട്ടിൽ തന്നെ ഇടണോ? ഡോക്ടർ പറയണത് പറയുന്നതോ പറയിപ്പിക്കുന്നതോ? പോയി വാടിയിരിക്കും. അല്ല സാറപ്പോ വന്നു. സാറിന്റെ കാരണവർക്ക് ഒരല്പം കൂടുതൽ വാവെടുത്തിട്ടുണ്ട്. ഓ ഇന്നലെ എന്തോ ബഹളമായിരുന്നു. ഡോക്ടർ സാറിന് നേരെ ചാടി. അദ്ദേഹം സെല്ലിലടക്കാൻ പറഞ്ഞതാ. കുറേശ്ശെ അക്രമ സ്വഭാവം. കർത്താവേ ഓരോ കളി. ഡോക്ടർ എന്താ പറഞ്ഞേ? ഓർമ്മയുണ്ടാവുകയില്ല. അതായത് എണ്ണത്തിന്റെ സ്വഭാവം. സാറൊന്നും വ്യാരിക്കരുതേ. ആ നടക്ക. ഓ ഞാൻ പുഷ്പത്തെ കാര്യം ഒന്നും ചോദിച്ചില്ല. ഇട്ടിച്ചിരിക്കും. കണ്ടില്ലേ, ഒക്കെ മറന്നു. ഒക്കെ ഒരു മറയാ. എപ്പോഴാ താളം തെറ്റുന്നെന്ന് അറിയത്തില്ല. ആ നടക്കിങ്ങോട്ട്. നടക്കണോ ഇങ്ങോട്ട്? നീലാണ്ട ഇത്രയും വേണോ? വേണം, നടക്ക. ചക്കരേ ചക്കരല്ലേ? അയ്യോടാ. ഓ ഓ ഓ. വാട്ട് ദി ഹെൽ? ഇതെന്താ നഴ്സറി? വാർഡിന് പുറത്തിറങ്ങി നടക്കരുതെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്? ഇങ്ങനെ തുടങ്ങിയ നിങ്ങളെ സെല്ലിലിട്ട് പൂട്ടേണ്ടി വരും. ഡർട്ടി ക്രീച്ചേഴ്സ്. നഴ്സ് ഇതിനെ കൊണ്ടുപോകാൻ പറയും. ബിന്ദു, കുഞ്ഞിനെ കൊണ്ട് അകത്തേക്ക് പോകാം. വാ. ഇയാളെ എനിക്ക് ഭ്രാന്ത് ഉണ്ടാക്കിയത്. എനിക്ക് ഭ്രാന്ത് ഉണ്ടോന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്തത് ഇയാളാ. ദുഷ്ടൻ. കഴിക്കേ.
ഏത് ഘോഷയാത്രയും ഇവിടെ നിർത്തിയിരിക്കണം. സല്യൂട്ട് സല്യൂട്ട്. ഏതായി കുട്ടി ഇതിന് ഷോക്ക് കൊടുത്തോ? ആ ഘോഷയാത്ര സി ഐ എം ഹെൽപ്ലെസ്. സത്യത്തിൽ കുട്ടിക്ക് രോഗമില്ല. രോഗം മാറിയതായി ഡോക്ടർ ചന്ദ്രൻ പറഞ്ഞു. ഡിസ്ചാർജ് ചെയ്യാൻ കുട്ടിയെ ചികിത്സിക്കുന്ന ഡോക്ടർ കേസ് ഷീറ്റിൽ എഴുതി. ഇനി മരുന്നൊന്നും വേണ്ട, വീട്ടിൽ പോവാം. എനിക്കറിയാം സാർ. മുമ്പേ വേറൊരു ഡോക്ടർ എനിക്ക് ഭ്രാന്താണെന്ന് സർട്ടിഫൈ ചെയ്തു, എന്നെ അഡ്മിറ്റ് ചെയ്തു. അന്ന് എന്റെ ഹസ്ബൻഡിനായിരുന്നു ആവശ്യം. ഇപ്പൊ എനിക്ക് ഭ്രാന്തിലെന്ന് സർട്ടിഫൈ ചെയ്തു. ഇപ്പൊ ആവശ്യം ആർക്കാ? എനിക്കറിയാം, എന്നെ പെരുവടിയിലാക്കണം. ആർക്കാ ആവശ്യമെന്ന് എനിക്കറിയാം. കുട്ടി, ഞാൻ എന്ത് ചെയ്യും? രോഗമില്ലാത്ത ഒരാളെ ഈ ആശുപത്രിയിൽ തുടർന്ന് എങ്ങനെ താമസിപ്പിക്കും? അതും എൻ്റെ പേരിൽ ആക്ഷൻ വരും. വേണ്ട സർ, വേണ്ട. ഞാൻ പോവാം. പക്ഷെ എനിക്ക് വീടില്ല, ആരുമില്ല. ഉണ്ടായിരുന്നത് ഈ ഭ്രാന്താശുപത്രി മാത്രം. ഇപ്പൊ ഈശ്വരന്മാരെ അനുഗ്രഹിക്കും. ഒരൊറ്റ വേദന മാത്രം. മാനസി ഒരിത്തിരി ദിവസങ്ങളിൽ സന്തോഷിച്ചു. മാനസി ചേച്ചി, ചേച്ചി ഞാൻ പോവാട്ടോ. മാനസി ചേച്ചി ഭാഗ്യം ചെയ്തിട്ടുണ്ട്. ഇതൊന്നും അറിയണ്ടല്ലോ. ഭാഗ്യം. ഇവിടെ ബോധമുള്ളവർക്കൊന്നും ജീവിക്കാൻ പറ്റില്ല. എവിടെ എന്റെ കുട്ടി? അവസാനായി ഇനി വേറെ ലോകം ഉണ്ടെങ്കിൽ അവിടെ വേണ്ട, അവിടെ ഉണ്ടാവും ഭ്രാന്തുണ്ടാക്കുന്നവരും പിന്നെ ഇല്ലെന്ന് പറഞ്ഞ് തെരുവിലേക്ക് എറിയുന്നവരും. ഗായത്രി യുവതിയുടെ മരണം. അടുത്ത റെയിൽവേ ട്രാക്കിൽ കണ്ടെത്തിയ യുവതിയുടെ ജഡം മെന്റൽ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യപ്പെട്ട ബിന്ദു എന്ന
എന്താണ് കിടക്കാം വായിക്കടാ. ബിന്ദു എന്ന യുവതിയുടേതാണെന്ന് തിരിച്ചറിഞ്ഞു. ഭ്രാന്താസ്പത്രിയിലെ അന്തേവാസിയായിരുന്ന പ്രസ്തുത സ്ത്രീയെ അനാശാസ്യ പ്രവർത്തനത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തിരുന്നതായും അറിയുന്നു. സാറേ ഒരു വീടിതാ സാറേ. സാറേ ഒരു നിമിഷം, ഒരേ ഒരു സംശയം. ബിന്ദു മരിച്ചല്ലേ? അതും ആത്മഹത്യ. ഇവിടുന്ന് നിർബന്ധിച്ച് പേര് വെട്ടി പുറന്തള്ളി. അതെ, മറ്റു മാർഗമില്ലാതെ കുട്ടി ചത്തു. സാറേ നന്നായി. ഒരു സംശയം, അപ്പൊ അതിന് കൊന്നതാര്? സാറോ അതോ പേര് വെട്ടിയ ഡോക്ടർ സാറോ? സാറേ ഇവിടെ സ്ഥലമുണ്ട് സാറേ. കൊലപാതകളെ പ്രാന്തമാർക്ക് ഇവിടെ സ്ഥലമുണ്ട് സാറേ. സാറേ ഓയ് സാറേ 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 ഓടി വന്നേ. ഓയ് വാ 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 ഇങ്ങോട്ട് വന്നേ. ഓയ് അമ്മ പോയി മോളെ. ഈ ഭ്രാന്തന്മാര് നിന്റെ അമ്മയെ കൊന്നു. ഇപ്പൊ സന്തോഷായില്ലേ? ഒരു കട്ടിലൊഴിഞ്ഞു. ഇനി ഒരെണ്ണത്തിനെ ഭ്രാന്തത്തിയാക്കാം. ഭ്രാന്തില്ലാത്തവളാക്കാം. ഒരു കഷ്ണം കടലാസിന്റെ കളി. എന്റെ പെൻഷൻ കൂടി എനിക്ക് കിട്ടാതായി. ഒരു വര, ഒരു കുറി, അത് വേറൊരാൾക്ക്. എനിക്ക് ഈ ഭ്രാന്താശുപത്രി. ഡെറ്റോൾ, ഒരു ബോട്ടിൽ ഡെറ്റോൾ കിട്ടിയ അവിടെ നിറച്ച് മാറാലെയാ. നീ താഴെ കിടക്കണവരുടെ മേലേക്ക് എട്ടുകാലി എന്റെ ഇടക്കുളത്ത് ഭഗവതി. ബിന്ദു, ദേ ബിന്ദു. ഞാനും കണ്ടു. അപ്പൂപ്പൻ താടി പോലെ കനല്ലാതെ ഇങ്ങനെ 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 चमन याद आ गया है मुझे वो गुलबदन याद आ गया लचकती शाख ने जब सर उठाया लचकती शाख ने जब सर उठाया किसी का बाकपन याद आ गया है बहारों को चमन याद आ गया तेरी सूरत को जब
देखा है मैंने तेरी सूरत को जब देखा है मैंने उरुजे फिक्र फन याद आ गया है बहारों को चमन याद आ गया है. ഇതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു. ഈവൻ ദോ ഷി വാസ് യുവർ പേഷ്യന്റ് ഡോക്ടർ ചന്ദ്രൻ. സത്യത്തിൽ ഞാൻ സർ ഇറ്റ്സ് എ ടെറിബിൾ ഷോക്ക്. ഈ പത്രക്കാര് അവരെന്തൊക്കെ എഴുതി ഉണ്ടാക്കുന്നത്? ഡോക്ടർ പണിക്കർ, യു ക്യാൻ ടേക്ക് യുവർ സീറ്റ്. ഒരു ശൂന്യത, മറ്റൊരു മഹാശൂന്യത, ഇടയിലൊരു ശൂന്യത, ശൂന്യതയിൽ നിന്ന് ശൂന്യതയിലേക്കുള്ള പ്രയാണം. ഒരു മൗനം, മഹാമൗനം, മൗനത്തിൽ നിന്നും ഒരു മഹാമൗനം. മാന്യരെ ക്ഷമിക്കണം. ഞാൻ, ഞങ്ങൾ, നമ്മൾ, നമ്മുടെ എന്നൊക്കെ പറഞ്ഞാൽ ഈ ലോകം മുഴുവനും ഇപ്പോൾ ഈ നിമിഷം ചിന്തിക്കേണ്ടത് ഞാനിപ്പോ പറഞ്ഞത് എന്താ? ആ, സൈക്കാട്രി. സൈക്കാട്രി എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? അച്ഛേ, മരണം. മരണം കേട്ടാ കുളിക്കണം. കുലബന്ധമില്ലെങ്കിലും ആര് മരിച്ചാലും കുളിക്കണം. മരിക്കണം അല്ല, കുളിക്കണം. കുളിക്കണം, കുളി. അതാ ഞാൻ പറഞ്ഞത്. ശരിക്കും മുങ്ങിക്കുളിക്കാൻ സാധിച്ചാ യുദ്ധമില്ല. ഡോക്ടർ വരുന്നുണ്ട്. എല്ലാവരും അവരവരുടെ സ്ഥാനത്ത്. സൈലൻസ് പ്ലീസ്. അവന്റെ ഒരു സൈലൻസ്. തൃശൂർ പൂരത്തിന് ഔട്ട് പോട്ടുമ്പോഴാണ് അവന്റെ ഒരു സൈലൻസ്. ഒരു കാലൻ, മഹാകാലൻ, കാലകിങ്കരന്മാർ, ഒരു തീവണ്ടി, ഒരു ബിന്ദു, ഒരു ഷൂട്ടേ. എന്റെ അസുഖമൊക്കെ മാറി. ഇനി ഈ ചേച്ചിക്ക് നോക്ക്. എന്തേലും കേൾക്കണുണ്ടോ?
മാനസി ഡോക്ടർ എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഇനി മോളുടെ നോക്കാം. മിടുക്കി. മോളെ നീ വളരരുത്, മനസ്സിലായോ? വളർന്നു വലുതാകരുത്. ഇങ്ങോട്ട് ഭ്രാന്തന്മാര് സത്യം പറയും. എനിക്ക് ഭ്രാന്തില്ലെങ്കിൽ ഞാനും പറയും സത്യം. ഒരു മിനിറ്റ്. അതെ, ഈ കുട്ടി വളർന്നു വലുതായില്ല, ഇവര് ഭ്രാന്തിയാക്കും. അല്ലെങ്കിൽ റെയിൽപാളം. മാൻസി തരാം. സത്യത്തിൽ നമ്മുടെ മരുന്നിനേക്കാൾ ഫലം ഇവളുടെ കൊഞ്ചലിന്. ട്രൂ ഡോക്ടർ. യു നോ വൺ തിങ് ഡോക്ടർ പണിക്ക, എനിക്ക് മക്കളില്ല. ഞാൻ ഇവളെ ദത്തെടുക്കാൻ തീരുമാനിച്ചു. ചില ഫോർമാലിറ്റീസ്. ഡോക്ടർ ദത്ത് കേടുവന്നാൽ വേറെ വാങ്ങാം. മനസ്സ് കേടുവന്നാലോ? നമ്മുടെ അറിവിൽ നമ്മൾ ബന്ധനസ്ഥരാണ്. ഇനി മോളെ എഴുതിച്ച് ആദ്യാക്ഷരം എഴുതിക്ക് മോളെ. മോളുടെ കൈത ഇങ്ങനെ പിടിച്ച് ഹരി ശ്രീ ഇനി എല്ലാരും എഴുതിക്കോളൂ. ഹരി ശ്രീ ഹരി എന്ന് എഴുതാൻ സാറ് പറഞ്ഞ് കേട്ടില്ലേ? ഹരി എഴുതിക്കോ. അണ്ട അവനെ കൊണ്ട് എഴുതിക്കേ. അണ്ട മണ്ണുവാരി ഇടുന്നവനെ കൊണ്ട്. എഴുതില്ല. ഒന്ന് ഹെൽപ്പ് ചെയ്തു. എന്തോ എടുക്കുക? സാറ് പറഞ്ഞ കേട്ടില്ലേ? ഇരിക്കും. ഒരപ്പനും ഒരമ്മൂമ്മയും ഉണ്ടായിരുന്നു. കാട്ടിപ്പോയി ദോശയില്ലാതെ പോയിട്ട് ആനക്കന്നപ്പം പേരിച്ചു. ആനക്കാലം പോയിട്ട് അമ്മ വെന്തുപോയി. പിന്നെ ആക്കാരൻ്റെ പോയി വന്ന് ആനയെ മാറ്റി പോയിട്ട് 4 മീറ്റർ സമയത്തിൽ ഒരു ഓപ്പനിംഗ് ഉണ്ടായിരുന്നെങ്കിൽ ആകാശം കാണാമായിരുന്നു. ആകാശം കാണാൻ കഴിയാതെ ഒരു വാന നിരീക്ഷണം എന്ത് ചെയ്യാനാവും? അതാണ് നമ്മുടെ നാട്ടിൽ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാവാത്തത്. ഭാസ്കരാചാര്യൻ, ആര്യഭട്ടൻ എന്നിവർ ജീവിച്ചു മരിച്ച, അതെ മരിച്ച നക്ഷത്രങ്ങൾക്കും മരണമുണ്ട്. എവിടെ സൃഷ്ടിയുണ്ടോ അവിടെ സംഹാരവും. ഒന്ന് കുളിക്കണം. എവിടേക്കാ? ഒന്ന് കുളിക്കാനാ. അവിടെ പോയിരിക്ക. അല്ല, ഒന്ന് കുളിച്ചിട്ട് ഇപ്പൊ തന്നെ അവിടെ പോയിരിക്ക. ആകാശമണ്ഡലം പോലെയാണ് ഈ മണ്ഡലം. സൗരയൂഥം മുഴുവൻ ഈ കൈവെള്ളയിലുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് കൈ നോക്കി ഫലം പറയാം. പക്ഷെ ഞാൻ ആ കുട്ടിയുടെ കൈ കണ്ടില്ല. മോളെ, നീ വന്നോ? ദൈവത്തിന്റെ വെഡിത്തം. ആരോ പറഞ്ഞ ഈശ്വരന്റെ വരദാനമാണ് കുഞ്ഞുങ്ങൾ. ആര് പറഞ്ഞാലും തെറ്റ് തന്നെ. ഹിമാലയം വിഡ്ഢിത്തം. അതാണ് സത്യം. ദൈവം വിഡ്ഢിയാണെന്ന് പണ്ടേ എനിക്കറിയായിരുന്നു. ഒരു ഉദാഹരണം, വെറുതെ മനുഷ്യൻ 2 കണ്ണു കൊടുത്തു, എന്നിട്ടും സ്വന്തം ശരീരം മുഴുവൻ കാണാനായില്ല. വെറും വിഡ്ഢിത്തം. ഈ ചൂണ്ടാണിവലിന്റെ തലപ്പത്ത്
ഒരു കണ്ണ് നൽകിയിരുന്നെങ്കിൽ ഇതങ്ങനെ 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 ഇങ്ങനെ ഇങ്ങനെ പുറമൊക്കെ കണ്ട് ഈ ഭാഗമൊക്കെ കണ്ട് ഇതാ ഇവിടെ ഒക്കെ കണ്ട് ഇതങ്ങനെ 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 അയ്യോ എന്റെ കണ്ണ് എന്റെ കണ്ണ് എന്റെ കണ്ണ് എന്റെ കണ്ണ് അയ്യോ എന്റെ കണ്ണ് എന്റെ കണ്ണ് എന്റെ കണ്ണ്
മാമാഞ്ചി തീവണ്ടി തരാം. തീവണ്ടി മാമ വാങ്ങിത്തരാം. തരാം, വാങ്ങിത്തരാം. മാമ എടുക്കട്ടെ. മാമയുടെ ഇവിടത്തോട് ഇവിടെ മാമത്തോടെ മിസ്റ്റർ വാര്യർ, മിനിസ്റ്റർ എന്നെ വിളിച്ചു പറഞ്ഞത്. വാട്ട് നോൺസെൻസ്! ഇതൊരു മെന്റൽ ഹോസ്പിറ്റലാണ്. 3-4 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഈ ഭ്രാന്തന്മാരെ നടുക്ക് നിങ്ങൾക്ക് കോമൺ സെൻസ് ഇല്ലേ? ഉടനെ ഏതെങ്കിലും അനാഥാലയത്തിലാക്കണം, മനസ്സിലായോ? ഞാൻ ആ കുഞ്ഞിനെ ദത്തെടുക്കാൻ തയ്യാറാണ്. അതാണ്. നോ നോ, ദാറ്റ്സ് ഇംപോസിബിൾ. അമ്മ ജീവിച്ചിരിക്കെ അമ്മയുടെ അനുവാദം ഇല്ലാതെ സാധ്യമല്ല. മാഡം, അത് തന്നെയാണ് എനിക്കും അറിയേണ്ടത്. പെറ്റമ്മ ജീവനോടിരിക്കാൻ നിങ്ങൾ എങ്ങനെയാ കുഞ്ഞിനെ അനാഥയെന്ന് പ്രഖ്യാപിക്കും? എങ്ങനെ അനാഥാലയത്തിലേക്ക് പറഞ്ഞയക്കും? നിങ്ങൾ എന്നെ നിയമം പഠിപ്പിക്കണ്ട. ഇതാണോ കില്ലേരി? അല്ല, ഇതാണ് ആ കുഞ്ഞിന്റെ അമ്മ. ഞാൻ വിശദമായ റിപ്പോർട്ട് മിനിസ്റ്റർക്ക് കൊടുക്കും. മനുഷ്യാവകാശ ലംഘനമാണിത്. വരൂ, എനിക്ക് ഹോസ്പിറ്റൽ മുഴുവൻ ഒന്ന് കാണണം. ഇവിടേക്ക് എന്താ വൃത്തിയില്ലാത്തത്? കണ്ടോ ഈ സെല്ലിന്റെ കോലം കണ്ടോ? ഇതെന്താ ഇവരിങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നത്? ആ ഫയലിംഗ് ഇതാ. അതല്ലടോ, മറ്റേ ഫയൽ. എന്നെ കുളിക്കാൻ സമ്മതിക്കുന്നില്ല. എന്താ ഇവരെ കുളിപ്പിക്കാത്തത്? എന്റെ കേസല്ല ഇത്. പിന്നെ ആരുടെയാ? അത് ഡോക്ടർ വാര്യരുടെ കേസാ. രോഗികൾക്ക് എല്ലാത്തിനും ഞാൻ കോടതി കേട്ടു. ഐ വിൽ ഷോ യു. ഇവിടേക്ക് എന്താ വൃത്തിയില്ലാത്തത്? കണ്ടോ ഈ സെല്ലിന്റെ കോലം കണ്ടോ? ഇതെന്താ ഇവരിങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നത്? ആ ഫയലിംഗ് ഇതാ. അതല്ലടോ, മറ്റേ ഫയൽ. എന്നെ കുളിക്കാൻ സമ്മതിക്കുന്നില്ല. എന്താ ഇവരെ കുളിപ്പിക്കാത്തത്? എന്റെ കേസല്ല ഇത്. പിന്നെ ആരുടെയാ? അത് ഡോക്ടർ വാര്യരുടെ കേസാ. രോഗികൾക്ക് പുക. എല്ലാത്തിനും ഞാൻ കോടതി കേട്ടു. ഐ വിൽ ഷോ യു. മഴ തിറങ്ങുന്നു പറഞ്ഞല്ലേ? അങ്ങോട്ട് പിടിക്കരുത്. പാവകളി പകിടകളി
10 12 ആനക്കളി ആനയ്ക്ക് ചിറകു വെച്ചാൽ പറക്കാനെന്തു രസം പാവകളി പകിടകളി 10 12 ആനക്കളി ആനയ്ക്ക് ചിറകു വെച്ചാൽ പറക്കാനെന്തു രസം പുതുമഴ ചൊല്ലി റിംസിം കൂടെ കരിയില പാറി ചിമ്പും തുള്ളിക്കൊരുകുടണ്ടുണ്ടും ഓലക്കാറ്റിൽ കുടയും ഡം ഡം ഈ കൈ നിറയെ മഴവെള്ളം ആ കൈ നിറയെ ഇറവെള്ളം മഴയോ മഴത്തുള്ളി കിടന്നുമ്പോൾ ഉള്ളിലും കിലുകിലുക്കും പാവകളി പകിടകളി 10 12 ആനകളി ആനയ്ക്ക് ചിറകു വെച്ച പറക്കാനെന്തു രസം പാവകളി പകിടകളി 10 12 ആനകളി ആനയ്ക്ക് ചിറകു വെച്ച പറക്കാനെന്തു രസം നോനപ്പേട്ടോ ഓടി വാ 10 നമ്പറിനെ കാണുന്നില്ല നോനപ്പേട്ടോ എന്തുവാണ് അവിടെ 10 നമ്പർ കാണില്ല ഞാൻ അവിടെ കാണില്ല വാ 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 എടുത്തോ ഓടാ 10 നമ്പറിനെയോ 10 നമ്പറിനെയോ കർത്താവേ എന്റെ പണി പോവുമല്ലോ പോയി നോക്കണ വായി നോക്കി നിൽക്കാതെ അവിടെ പോയി നോക്കാം ഡോക്ടറെ നിളയിലെ ഓളവും ഗംഗയിലെ തരംഗവും ഒരേ രാഗം വിസ്തരിക്കുന്നു അത് മനസ്സിലായപ്പോ ദക്ഷിണേന്ത്യനും ഉത്തരേന്ത്യനും ഒന്നായി കർണാടക സംഗീതവും ഹിന്ദുസ്ഥാനിയും ഒന്നായി ഞാനും ഡോക്ടറും ഒരേ താളത്തിലായി സർ അയാളെ കാണാനില്ല ആരെ അത് 10-ലെ സെല്ല് പൂട്ടിയിരുന്നില്ലേ പൂട്ടിയിരുന്നു ഇല്ല അവിടെ നോക്കാം അവിടെ കൂടെ നോക്കണോ അവിടെ കൂടെ നോക്കാം ഒരാൾ താഴോട്ട് പോകും എല്ലാരും കൂടി ഇവിടെ നിന്ന് കറങ്ങാതെ ഒരുത്തൻ താഴോട്ട് പോകും സർ സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? രാമൻ രാഘവനെ പോലെ ക്രൂരനായ ഒരു കൊലയാളി അയാൾ എങ്ങനെ രക്ഷപ്പെട്ടു? ഡോക്ടർ, കുറച്ച് ദിവസം മുമ്പ് ഒരു രോഗി, ഒരു യുവതി, അവരുടെ ഡെഡ് ബോഡി റെയിൽവേ ട്രാക്കിൽ നിന്നും കിട്ടി. അപ്പോ അതോ? എനിക്കറിയില്ല. അപ്പോ ഈ കുട്ടി? ഇവൾ ഇവിടെ കിടക്കുന്ന ഒരു രോഗിയുടെ മകളാണ്. ഇതിങ്ങനെ തുടർന്നാൽ അവിടെ കൂടെ നോക്കണോ അവിടെ കൂടെ നോക്കാം ഒരാൾ താഴോട്ട് പോകും എല്ലാരും കൂടി ഇവിടെ നിന്ന് കറങ്ങാതെ ഒരുത്തൻ താഴോട്ട് പോകും സർ, സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? രാമൻ രാഘവനെ പോലെ ക്രൂരനായ ഒരു കൊലയാളി അയാൾ എങ്ങനെ രക്ഷപ്പെട്ടു? ഡോക്ടർ, കുറച്ച് ദിവസം മുമ്പ് ഒരു രോഗി, ഒരു യുവതി,
അവരുടെ ഡെഡ് ബോഡി റെയിൽവേ ട്രാക്കിൽ നിന്നും കിട്ടി. അപ്പോ അതോ? എനിക്കറിയില്ല. അപ്പോ ഈ കുട്ടി? ഇവൾ ഇവിടെ കിടക്കുന്ന ഒരു രോഗിയുടെ മകളാണ്. ഇതിങ്ങനെ തുടർന്നാൽ എന്ത് സംഭവിക്കും? എനിക്കറിയില്ല. എല്ലാറ്റിനും അറിയില്ലെന്ന് പറഞ്ഞാൽ? Now stop this nonsense and please get lost. അല്ല ഞാൻ Please, പറഞ്ഞത് please, please. മാനസിയെ സർക്കാർ അനാഥാലയത്തിലേക്ക് ഞാൻ ദത്തെടുക്കാൻ തയ്യാറാണെന്ന് എഴുതിയിട്ടും അതേ മനുഷ്യാവകാശ കമ്മീഷൻ തന്നെയാണ് ഈ തീരുമാനമെടുത്തത്. ഞങ്ങൾ 5 സ്ഥാപനം നടത്തുന്നുണ്ട്. എല്ലാം കൂടെ 1322 എണ്ണം. ഒന്നിനും ഇല്ല തന്തയും തള്ളേ. ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്, അച്ഛനും അമ്മയും. ഞങ്ങള് ഏഷ്യയിലെ ഏറ്റവും പ്രസിദ്ധമായ സ്ഥാപനമാണ്. മാനസിയെ ഒരാഴ്ചയും കൂടെ കഴിഞ്ഞ് കുട്ടിയെ ഇപ്പൊ തന്നെ. അതാ ഞങ്ങള്. ശരി, ഞാൻ കുട്ടിയെ കൂട്ടിയിട്ട് വരാം. പ്ലീസ് വെയിറ്റ്. മാനസി, ഇവരാണ് മാനസിയെ കൊണ്ടുപോകുന്നത്. അറിയാം. ഒരു പുതിയ ഓർഡർ. ഒരു കുട്ടി കൂടി അനാഥയായി. വേണ്ട മോളെ, നമുക്ക് ഒരുങ്ങിയിട്ട് പുതിയ ഉടുപ്പൊക്കെ ഇട്ട് ദൂരെ ദൂരെ. ഒരുക്ക. നമുക്ക് ഒരുങ്ങിയിട്ട് വരാം. മോളെ, നമുക്കേ അവിടെ പോയി ഒരു വട്ടം കാണണ്ടേ? കയ്യോ കാലോ വളർന്നു നോക്കി, തലയിലും മടിയിലും വെക്കാതെ നെഞ്ചത്ത് വെച്ച് ഇത്രനാൾ നോക്കി. എന്നിട്ടിപ്പോ ഒരു നിയമം. ഈ നിയമത്തിന് കണ്ണു കാണില്ല. കുട്ടികളുടെ കരച്ചിൽ കേൾക്കാൻ പറ്റില്ല. തള്ളമാരുടെ വയറ് കൊതിക്കുന്നത് അറിയില്ല. ഒരു തിലകം ലോകത്തിന് തന്നെ തിലകുറിയാം.
ഞാൻ പറഞ്ഞു കേട്ടില്ല. നീ വളരില്ലെന്ന് ഞാൻ പറഞ്ഞല്ലേ, എന്നിട്ട് നീ അവള് പോവായി യാത്ര പറയാൻ വന്നു. എവിടേക്ക്? എന്തിന്? എപ്പോ? മാനസിക ദത്തെടുത്തു സർക്കാർ. സർക്കാർ അവരവളുടെ ആത്മാവിനെ രക്ഷിക്കായിരിക്കും, പക്ഷെ അവളുടെ ശരീരത്തെ ആര് രക്ഷിക്കും? ഡോക്ടറെ ജാഗ്രത. സേവ് യുവർ ബോഡി, സേവ് യുവർ ബോഡി, ഗോ സേവ് യുവർ ബോഡി. ഡോക്ടർ ഒരു സെക്കൻഡ്, ആ വലത്തെ കൈയും തരും. സൂര്യമണ്ഡലം സ്ഥാനചലനം ഒന്ന് മാത്രം. എനിക്കറിയില്ല, ഒരു പക്ഷേ ഈ കുട്ടി ഞാൻ നേരെ ആവൂന്ന് വിചാരിച്ചു. പക്ഷേ ഇന്ന് നമ്മുടെ മാനസിക പോവായി. ഇന്നേ വരെ ജീവിച്ച ഈ ആശുപത്രിയിൽ നിന്ന് മറ്റൊരു അവൾക്ക് നല്ലത് വരണം. നിങ്ങളെല്ലാവരും അവളെ അനുഗ്രഹിക്കണം. ഷുവർ. ഒന്ന് കുളിക്കേണ്ട താമസം, 2 കൈയും നിറുകെ വെച്ച് അനുഗ്രഹിക്കാം. മകളെ നന്നായി വരും. മകളെ നീയോ പോകുന്നു, പോകുക 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 നീ. അതും പോയി ഒരറ്റത്തും ആ കുഞ്ഞു വരൂ. മുകിലിൻ മകളെ പൊഴിയും കനവേ വിണ്ണിൽ നിന്നും മണ്ണിൽ വീണ ജന്മനൊമ്പരമേ നിന്നെ കാണാൻ നെഞ്ചിൽ ചേർക്കാൻ അമ്മ കൊതിപ്പൂ വിണ്ണിന്മേലെ മുകിലിൻ മകളെ. നോക്ക്, നിന്റെ മോള് പോവുക. ഇന്നെങ്കിലും നീ അവളെ ഒന്ന് നോക്ക്. ഒരുപക്ഷെ ഇനി ഒരിക്കലും നിനക്ക് അവളെ കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. മോളെ ഒന്ന് അനുഗ്രഹിക്കും. മോളെ അമ്മോട് പറഞ്ഞേ. അമ്മയെ മാറ്റി പോവാ.
തീവണ്ടി മാമ പിടിച്ചു മാറ്റവനെ. വേണ്ട. മാമേനെ തൊട്. എനിക്ക് പോണ്ട. എനിക്ക് പോണ്ട.